അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കറിവേപ്പില എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് തഴച്ച് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. കുറേ പേരുടെ പരാതിയാണ് ഇത് കറിവേപ്പില നന്നായിട്ട് വളരുന്നില്ല, നശിച്ചു പോകുന്നു എന്നൊക്കെ. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രതിവിധിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കും വീട്ടിൽ നന്നായിട്ട് കറിവേപ്പില ഇതുപോലെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെയുണ്ട്. ഇതുപോലെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റാണ് കേട്ടോ. നമ്മൾ പച്ചക്കറി വേസ്റ്റ് നമ്മൾ ഒന്നും കളയേണ്ട, എല്ലാം നമ്മുടെ കറിവേപ്പിലയുടെ ചോട്ടിൽ കൊണ്ടിട്ട് കൊടുക്കുക കേട്ടോ. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എല്ലാ പച്ചക്കറി വേസ്റ്റും നമുക്ക് നമ്മുടെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ചായപ്പൊടി വേസ്റ്റും പിന്നെ നമ്മുടെ മുട്ടത്തോട് എല്ലാം നമുക്ക് നമ്മുടെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ കറിവേപ്പില വളരും കേട്ടോ. പിന്നെ നമ്മളിതിന് പ്രധാനമായിട്ടും നമ്മുടെ കറിവേപ്പില നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് നമ്മൾ തലേനാളത്തെ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എടുത്ത് വെച്ചിട്ട് മറിക്കാറില്ലേ പതിവ്, എന്നാൽ ഇനി അത് മറിച്ച് കളയണ്ട കേട്ടോ. ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു കഷ്ണം നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കറിവേപ്പിലയുടെ ചുവട്ടിൽ കൊണ്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വളരും. നിങ്ങൾക്ക് 100% ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പൊളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞിട്ട് നമ്മുടെ ഈ കറിവേപ്പിൻ്റെ ചുവടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. നമ്മൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പം നിങ്ങൾക്ക് തന്നെ നമ്മുടെ കറിവേപ്പിലയിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ പറമ്പിലെ ഓരോ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ കറിവേപ്പില നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ധാരാളം ഉണ്ട് കേട്ടോ. പറമ്പിലൊക്കെ ഇതുപോലെ നട്ടുപിടിക്കാൻ സ്ഥലമില്ലാത്തവരാണെങ്കിൽ ചെറിയ ബക്കറ്റിലൊക്കെ നമുക്ക് ഇതുപോലെ കറിവേപ്പില നട്ടുപിടിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു 2 ദിവസം ഇതുപോലെ പൊളിച്ച കഞ്ഞിവെള്ളം ചെറുനാരങ്ങാനീരും കൂടെ പിഴിഞ്ഞിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് വളരും കേട്ടോ. അതാ നമ്മുടെ പറമ്പിൽ ഓരോ ഭാഗത്തെ കറിവേപ്പിലാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇപ്പം. അപ്പം ഞാനിതാ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് തലേനാളത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അതിലേക്ക് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറുനാരങ്ങ അത് ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കറിവേപ്പിലേക്ക് സ്പ്രേ ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കും, ബാക്കിയുള്ളത് ഞാൻ അതിൻ്റെ ചുവടിൽ ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പിലേക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുറേശ്ശായിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആഴ്ചയിൽ ഒരു 2 ദിവസം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില നന്നാവുന്നില്ല, എല്ലാം നശിച്ചു പോകുന്നു എന്നൊക്കെ പറയുന്നവർ എന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ പച്ചക്കറി വേസ്റ്റും നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ഇത്തിരി നാരങ്ങ നീര് ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ കറിവേപ്പില എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇതിൻ്റെ ചുവടിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം പച്ചക്കറി വേസ്റ്റ് ഇതിനിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. ഒരു പച്ചക്കറി വേസ്റ്റ് ഞാൻ കളയാറില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കാറാണ് പതിവ്. അധികവും ഞാൻ കറിവേപ്പിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാനിത് ബാക്കി കഞ്ഞിവെള്ളം ഇതിൻ്റെ ചുവടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മൾ പച്ചക്കറി വേസ്റ്റും നമ്മുടെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.